ഗുഡ് മോർണിംഗ് മൈ ലവ്. എൻ്റെ മോനെ ഇന്നലെ സ്ഥലം മൊത്തം കാണിച്ചില്ല. കിടുക്കാഴ്ച വഴിപടിച്ച് പാട്ടിപ്പൊളി പ്ലേസ് ആണ് ഗൈസ്. ഞാൻ ഇന്നലെ വന്ന റൂട്ട് രാത്രി ആയതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ ഇപ്പം പോണ വഴി നിങ്ങൾക്ക് കാണാനല്ല ഗൈസ്. ഞാൻ കിടന്ന സ്ഥലം നോക്കിയ എൻ്റെ മോനെ പാറപ്പുറത്ത് നടക്കണം. അയ്യോ, തലയിലോട്ട് മറ്റേ പാറയിൽ തലയിലോട്ട് കല്ല് വീഴാത്ത രീതിയിലുള്ളൊരു സ്പോട്ട് നോക്കിയിട്ട് പാറപ്പുറത്ത് ചരഞ്ച് ഇന്നലെ കിടന്നുറങ്ങി ഗൈസ്. പക്ഷേ ഉറക്കം അങ്ങനെ സെറ്റായില്ല. പാറ കണ്ടോ മൊത്തം മുള്ളാണ്. അയ്യോ, സ്ലിപ്പിൻ്റെ ഒരു ചെറിയ കുശലികൾ അങ്ങനെ ഉറങ്ങിയെങ്കിൽ പോലും എണീക്കാതല്ല. പക്ഷെ വെയിൽ വരുന്നുണ്ട്. എണീറ്റില്ലെങ്കിൽ എൻ്റെ പൊന്നോ ചുട്ട് പൊള്ളി പാറപ്പുറത്തിരുന്ന് ചുട്ട് നിൽക്കും ഞാൻ. അപ്പോൾ ഞാൻ പയ്യെ എണീക്കട്ടെ. എണീറ്റ് നിങ്ങളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് വലയേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഫ്രീ ഫുഡ് കഴിക്കണം. വിശക്കാണ് ഗൈസ്. ഇതെല്ലാം ഒരു മുന്തിരി 2 കൊല്ലം മുന്തിരി കിട്ടിയെങ്കിലും ഭയങ്കര ദാഹം. അയ്യോ അയ്യോ, ഇതെങ്ങാനും ഇത് കണ്ടോ ചെറിയൊരു എഡ്ജാണ്. ഇങ്ങനെ യൂണിഫോം എഡ്ജല്ല, സ്ട്രെയിറ്റ് വാട്ടർ അല്ല, ഇങ്ങനെ ചരിഞ്ഞിരിക്കും. താഴോട്ട് വീഴോ ഉരുണ്ട് എണീറ്റ്. പക്ഷെ എണീറ്റ് പോവില്ല. നല്ല ഇതല്ലേ. അങ്ങനെ ബീച്ച് ഉണ്ടോ, പാറപ്പുറം കണ്ടോ, സൂര്യോദയം കണ്ടോ ഗൈസ്. സച്ച് എ ബ്യൂട്ടിഫുൾ. നമ്മൾ യാത്രയാവുകയാണ് ഗൈസ്. പാറപ്പുറത്ത് നിന്ന് കടലിലോട്ട്, പിന്നെ അവിടുന്ന് ബസ് വഴി മലയേറ്റയിലോട്ട് ഗൈസ്. ഇതാണ് നുമ്മുറങ്ങിയ പാറ. നമുക്കിനി ഈ വഴി അങ്ങോട്ട് കയറി പോണം മച്ചാനെ. പോയേക്കാം. ഒരു 360 ക്യാമറ മേടിക്കണം മച്ചാനെ. അതാകുമ്പോൾ ഇങ്ങനെ പിടിച്ച് കിടക്കണ്ട, തലയെ കുത്തി വെച്ചാൽ മതി. അപ്പം ഇതാകുമ്പോൾ ഒറ്റക്കൈ ബാലൻസ് ആണ്. കാല് തന്നെയാൽ പിന്നെ വലിയ പാടാ. വ്യൂ കണ്ട, നൈസല്ലേ ഇതൊക്കെ. നമുക്ക് ഇന്നലെ ഇവിടെ കിടന്നാൽ മതിയായിരുന്നു. നിരപ്പി കിടക്കായിരുന്നു, മുള്ളി കുത്തി കിടക്കണ്ടായിരുന്നു. മണ്ടയ്ക്ക് കയറാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. വീഡിയോയിൽ എടുക്കാൻ പറ്റില്ലല്ലോ, ഇരുട്ടല്ലേ. അപ്പോൾ ശ്രമം നടത്തിയിട്ട് ഫെയിലായിപ്പോയി. പിന്നെ തല അടിച്ച് വീഴണമെന്ന് ഓർത്ത് പിന്നെ നടത്തിയില്ല. കാരണം ഇത് നോക്കി, നമുക്ക് കയറാനൊരു വകുപ്പില്ല. ക്ലൈമ്പിങ് ഗിയറൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ നല്ല ടാർസനായിരിക്കണം. ടാർസനാവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. ഇപ്പോൾ ഇവൻച്വലി സെറ്റാവും. നമ്മൾ ഇന്നലെ രാത്രി ഒരു ഗുഹയിൽ കൂടി വന്നു. ഗുഹ നോക്കിയാണ്, അതാണ് വഴി, തിരിച്ചു പോകേണ്ട വഴി. അതേന ഗുഹ ഇതല്ലട്ടാ, അവിടെയാണ്, അതാണ് ഗുഹ. ഇത് നോക്കിയേ, ഞാനിത് ഇന്നലെ ശരിക്കും ഡെഡ് എൻഡാണ് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ ഗുഹ. ഓ വൈബ്. മുട്ടൻ കളിയാണ്ട രണ്ടുപേരും കൂടി നോക്കിയേ. ഓ രാവിലെ തന്നെ ജമ്പാവന കളി. അപ്പം ഇതാണ് ഗൈസ് ഗുഹ. കൊള്ളാലേ. ഇന്നലെ ഇവിടെ
ഇവിടെ കിടന്നില്ല, കാരണം എനിക്ക് അത്ര സേഫായിട്ട് തോന്നില്ല. വല്ല കല്ല് ഇളകി താഴോട്ടൊക്കെ വീഴാൻ സാധ്യത ഉണ്ടല്ലോ ഗൈസ്. അതുകൊണ്ട് ഇവിടെ കിടന്നില്ല, ഒഴിവാക്കി. ഈ കുഴിയൊക്കെ കുഴിച്ചിട്ടേക്കണ് ഇത് നോക്കി. എൻ്റെ അമ്മോ, ആനപ്പാറ. വെള്ളം എടുത്ത് വെച്ചേക്കണം. വെള്ളമാണോ മൂത്രമാണോന്ന് എനിക്കറിയാം, എടുത്ത് പിടിക്കാൻ വയ്യ. ഓ ഗുഹ, ഗുഫ. ഇവിടെ കുപ്പിയൊക്കെ അടിച്ചു പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് വൃത്തികേട്ടവന്മാർ. കള്ളു പിടിച്ച് കഴിഞ്ഞാൽ ആ കുപ്പി അടിച്ച് മറ്റുള്ളവൻ്റെ പള്ളേ കയറാനും കാലുമ്മ കയറാനും വേണ്ടി അടിച്ചു പൊട്ടിച്ച് വെച്ചിട്ടുണ്ടോ. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും അതിപ്പോൾ മാൾട്ടയിലാണെങ്കിലും സെയിം തന്നെ. ബട്ട് ദിസ് ഈസ് നോട്ട് റൈറ്റ് ഗൈസ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ റെസ്പോൺസിബിളായിരിക്കണം. ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഫുഡിൻ്റെ ഇത് അതൊക്കെ അവിടെ ഇട്ട് തൊലിച്ച് പണ്ടാറുടക്കിയിട്ടല്ല വരേണ്ടത്. ആ സാധനമൊക്കെ എടുത്ത് വേസ്റ്റ് പോലെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് റെസ്പോൺസിബിളായിട്ട് വേസ്റ്റ് ബിന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിടണം. അല്ലാണ്ട് ഈ നേച്ചർ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇവിടെ ഇട്ട് ഉണ്ടാക്കല്ലേ വേണ്ടത്. മാങ്ങ തൊലി കാണിക്കണം. ഏതവന്മാരാണെന്നോ വഴിയെറ്റി. സംസാരിച്ച് വഴി തെറ്റിപ്പോയി ഗൈസ്. ആനപ്പാറ. ഇതുവഴിയൊക്കെ രാത്രി ഇന്നലെ വന്നപ്പോൾ വേറൊരു മൂടായിരുന്നു, ഒന്നും കണ്ടില്ലല്ലോ. നമ്മൾ ഇന്നലെ കുളിച്ച റിവേറ ബീച്ച്, അതിൻ്റെ അപ്പുറം ഗോൾഡൻ ബീച്ച്. അതാണ് ഗോസോഡ ഡ്വേറ ബേ. നമ്മൾ മറ്റേ നീന്തി പോയില്ലേ പെൺപിള്ളേരായിട്ട്. ഡേ 6-7 തോന്നുന്നു. പെൺപിള്ളേരായിട്ട് മറ്റേ ടണലിൽ കൂടി നീന്തി പോയില്ലേ. എലിഫൻറ്റ് റോക്ക് പോലത്തെ ഒരിതൊക്കെ ഉണ്ട്. അതൊന്നും കിട്ടിയില്ല, കാരണം നീന്തി തിരയടിച്ച് കല്ലുമ്മ തലക്കടിച്ച് ചാവണ്ടെന്ന് ഓർത്ത് തിരിച്ച് കയറി വന്നു ഞാനും പെൺപിള്ളേരും. ചീമൂടൊക്കെ നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ടാണെന്നാവും. നമ്മൾ കുളിച്ച ബീച്ച് ഗൈസ്. ഇന്നലെ അവിടെ നിന്ന് ആ സ്റ്റെപ്പ് വേണ്ട, അവിടെ നിന്ന് ഇങ്ങനെ നടന്നു ഇവിടെ വരെ എത്തി ഗൈസ്. ഇതുവരെ നടന്നത് അറിയോ? ഇവിടെ കണ്ടോ ഒരു ഗുഹയൊക്കെ ഉണ്ടാക്കിയിട്ടേക്കണ ആരോ. ഇതിൻ്റെ മണ്ടക്ക് കയറാൻ എന്താ കുഴപ്പം? ഒന്ന് ശ്രമിച്ചതിൽ കൂടി കയറാം. ശ്രമിക്കണ എന്തായാലും വന്നല്ലേ, ശ്രമിച്ചേക്കാലേ. പൊക്കം പേടിയണ്ട. ഓക്കെ അടിച്ചില്ലേ എൻ്റെ അമ്മോ. ഹായ്, കുറച്ചുകൂടി കയറിയാൽ മതി. മണ്ട കയറട്ടെ, നല്ലൊരു വീഡിയോ എടുക്കാം. കണക്കിന് കയറി ഗൈസ്. ഓക്കെ, നല്ല ഹൈറ്റ്. ക്യാമറ എടുത്ത് കൈ പിടിച്ച് കഴിഞ്ഞാലേ കയറുമ്പോൾ ഒറ്റ കൈ വെച്ച് ഡാൻസ് കളിച്ചാൽ തലയെ കുത്തി വീഴും ഗൈസ്. അതാണ് ഞാൻ കയറ്റൊക്കെ അടിച്ചു തരാം. അതായത് നിങ്ങൾ കണ്ടുള്ളൂ. അപ്പം നമ്മൾ മുകളിലെത്തിയേട്ടാ. ഇന്നലെ ഞാൻ ഈ കയറ്റം കണ്ടില്ല. എന്തുകൊണ്ട് എൻ്റെ മോനെ സോലം നോക്കി പാറ. ഇതേ ആൾക്കാരൊക്കെ ഇറങ്ങി പോണ്. മിക്കവാറും അവന് ഉരുണ്ട് വീഴും കേട്ടോ. വീഴുവാൻ. എന്ത് പൊട്ടത്തനാണ് നീ കാണിക്കാം. ബെഗിടം കാണിക്കണുണ്ടോ? അതെ അവൻ ഇറങ്ങി പോകാൻ പോണ അത്രയും സ്റ്റീപ്പിൽ. കുണ്ണയും കുത്തി വല്ലതും കുത്തി വീഴുമെന്നാവോ? എൻ്റെ മോനെ, ആ കൊച്ചിനെയും കൊല കൊടുക്കാൻ പോണാണ് അവൻ. പക്ഷെ എന്താണ് കാണിക്കണവര്?
പയ്യെ പയ്യെ ഇരുന്നിറങ്ങടാ ദേ തെന്നിപ്പോണ്. എന്തൊക്കെയാണ് ടീമുകൾ കാണിക്കണം. ഓ ബെഗിടന്മാര്. അപ്പോൾ ദേ ഇതാണ്ട സ്ഥലം നോക്കി. പന്നി പൊളിയല്ലേ എൻ്റെ മോനെ ഇങ്ങനെ കുഴിയിൽ കാല് തന്നിപ്പോയാ തീർന്നു. അപ്പം നമ്മളെപ്പോഴും സ്റ്റെപ്പ് നോക്കി വേണം എടുക്കാനായിട്ട്. ഇടയിൽ ഇതുപോലെ വെട്ട് കാണും കണ്ടോ. ഇത് ചെറിയ ഡെപ്ത് അല്ല, നല്ല ഡെപ്ത് ഉണ്ടാവും. പാറയുടെ ഇടയിൽ പെട്ടു. പിന്നെ കയറി വരാനുള്ള നല്ല സ്ട്രെങ്ത് വേണം. മസിലപ്പം കടിക്കണം വച്ചാനായിരിക്കണം. കാലിസ്തനിക്സ് കൂടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറി വരാം. അല്ല അവിടെ കിടക്കും, ആരും കേൾക്കാനും പോണില്ല. എൻ്റെ മോനോ ഓക്കെ സ്ഥലം. പനിക്കുറുക്കിടക്കാൻ വേണം കേട്ടോ. ഓ നല്ലോണം. ഇതെവിടെ നിന്നോ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുഴി കണ്ടോ, ഡെപ്ത് കണ്ടോ നിങ്ങൾ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുഴി. ഇതിലോട്ട് എങ്ങനെ കാലിന് വീണ കഥം ഹുവ മച്ചാനെ. ഇത് ചാടിപ്പുറം കിടന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒറ്റ കയ്യിൽ ചാടാൻ പറ്റില്ലല്ലോ. അതെ ഇതാണ് നമ്മൾ കിടന്ന പാറ. ഇവിടെ എവിടെയുണ്ട് മച്ചാനെ നമ്മൾ കിടന്ന പാറ ഗൈസ്. അതേനെ എൻ്റെ എവിടെ ഈ പാറടാ പിന്നിലിതാ പാറ ഉണ്ടോ. ദേ ഇത് അവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നത് ഗൈസ്. ഈ വ്യൂ നോക്കിയേ, ഇത് കണ്ടാണ് ഞാൻ എണീറ്റത് മച്ചാരേ. വേറെ ഫുഡ് ഒരു മിനിറ്റ്, ഇനിയിപ്പോൾ തിരിച്ചെങ്ങനെ കയറുമെന്നാണ്. ഈ ഗ്യാപ്പ് ചാടി കിടക്കണേ, നോക്കട്ടെ. അയ്യേ ഈ ഗ്യാപ്പ് ഒന്ന് ചാടി അങ്ങോട്ട് കിടന്നാൽ മതി. ഇതിന് അപ്പുറത്തെ ഗ്യാപ്പ് ചാടി കിടന്നവനാണ് ഈ പി സസി. നമ്മളിവിടെ മൊത്തം കണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ഇറങ്ങി ബസ് പിടിക്കാൻ ടൈമായി മച്ചാനേ. ഒരു നിർത്തിപ്പോയി തോന്നുന്നു ഗൈസ്. നമുക്ക് ഇതുവഴി താഴോട്ട് ഇറങ്ങാം. നോക്കട്ടെ. മുകളിലോട്ട് കയറാൻ എളുപ്പമാണ്, താഴത്തോട്ട് ഇറങ്ങുമ്പോൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കും. നല്ല കാറ്റുണ്ട്. എൻ്റെ അമ്മോ ഇറങ്ങി ഗൈസ്. എൻ്റെ അമ്മോ ഇച്ചിരി പാടുവിട്ട് പോയി. കയറുമ്പോൾ എളുപ്പമായിരുന്നു, പക്ഷെ ഇറങ്ങിപ്പോയി പിടുത്തം കിട്ടണല്ലോ. നമുക്ക് ബാവടുത്ത് പോവാ. വന്ന വഴികൾ ഗൈസ് നമ്മൾ വന്ന വഴികൾ കണ്ടു. ഇത് വഴിയാണ് ഇറങ്ങിപ്പോകാൻ പോയത്. നോക്കി ഞങ്ങള് സ്ലൈഡ് പോലെ കുത്തി കിടക്കുക. കാല് തല്ലി ഉരുട്ട് താഴെ കിടക്കും, പക്ഷെ അതൊരു വൈബാട്ടോ. അല്ല ഈ വഴിയൊക്കെയാണ് വന്നത്. സൈഡിൽ ബീച്ചുണ്ട്. ഓ ഊഞ്ഞാല കെട്ടാൻ പറ്റിയ 2 കറക്റ്റ് മരവിടുന്നുണ്ടോ. ഞാൻ ഇത് ഇന്നലെ നോട്ട് ചെയ്തതാണ് വെച്ചാണ്, പക്ഷെ ഇരുട്ടായതുകൊണ്ട് അങ്ങോട്ട് ക്ലിക്കായില്ല. വെറുതെ പറയുമ്പോൾ കിടന്ന് തുടങ്ങി. ഊഞ്ഞാല കണ്ടോ ഗൈസ് ഇന്നലത്തെ. ഇരുന്ന് സൺസെറ്റ് കാണാം ഗൈസ്. ഏതമ്മൂട് ബസ് വരുന്നുണ്ട് ഗൈസ് കണ്ടോ. അപ്പം അതിന് മുന്നേ നമ്മൾ ഓടി അവിടെ ബസ് സ്റ്റോപ്പ് എത്തണം. അങ്ങനെ ഈ ബസ്സിന് തന്നെ പോവാം നേരെ. അയ്യോ അവിടുത്തെ 1 2 1 2 1 2 അയ്യോ അയ്യോ നമ്മ പണ്ട് ഇവിടെ പോയിരുന്നു പണിക്ക്, കടൽ പണിക്ക്. 10-60 പേരുണ്ടാവും വഞ്ചിയിൽ. വള്ളത്തിലാണ്ടാ വലിയ വെള്ളം, അതായത് സർഫസ് ഫിഷിംഗ് എന്ന് പറയും. അയില, ചാള, ആവോലി അങ്ങനത്തെ മൂടൊക്കെ പിടിക്കണത്. അപ്പം വല നിരത്തി എല്ലാവരും കൂടി വലിക്കുമ്പോൾ ഒരു പാട്ടുണ്ട്. 2 മണിക്കൂറൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് വലിക്കും. അപ്പം പാടുന്നൊരു പാട്ടുണ്ട് വെച്ചാൽ അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. നമ്മളെല്ലാവരും ഇരുന്ന് വലിച്ചു പോകും ഇങ്ങനെ. മുറുക്കെ പിടി അയില
വലിച്ചു അയില 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 അങ്ങനെ അങ്ങനെ ഇങ്ങനെ അള്ളാന്ന് വിളിക്കും, പിന്നെ മീനിൻ്റെ പേര് വിളിക്കും, പിന്നെ ദൈവങ്ങളുടെ പേര് വിളിക്കും. അങ്ങനെ വിളിച്ച് 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 ഒരു ആവേശത്തിൽ ശബരിമലക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശരണം വിളിക്കണ പോലെ അങ്ങനത്തെ ഒരു എക്കോ മൂഡില്ലേ, ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാവരോടും വല വലിക്കരുത്. വളരെ പ്രാർത്ഥനയോടുകൂടിയും ഒത്തൊരുമയോടുകൂടിയും ഈ വെള്ളത്തിൽ പോയപ്പോൾ കണ്ട ചേട്ടന്മാരുടെ അത്ര സ്നേഹം, അത്രയും ആത്മാർത്ഥ സ്നേഹവും ഉള്ള ഒരൊറ്റ ടീമിനാ എൻ്റെ ലൈഫിൽ വളരെ കുറച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത്രയും നല്ല തങ്കപ്പെട്ട മനുഷ്യർ. എന്താ മോനെ, അതുപോലെ തന്നെ വള്ളത്തിൽ ഇരുന്നിട്ട് ചോറും ചാളക്കറിയും ഉണ്ട് മച്ചാനെ. എൻ്റെ മോനെ അത്രയും ടേസ്റ്റുള്ള ചാളക്കറിയും ചോറും ഉപ്പിൻ്റെ കറിയിൽ കൊടുക്കാത്ത ടേസ്റ്റാണ്. നമുക്ക് കടയിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഫ്രഷല്ല, മറ്റേടുത്ത് പറഞ്ഞാൽ പിടിച്ച് അപ്പം തന്നെ എടുത്ത് ചട്ടിയിലിടണേ. വേറെ ഫുഡ് ബസ് സ്റ്റോപ്പ് എത്തി കഴിച്ചു. പിന്നെ ബസ് വന്നാൽ മതി. റൂഫ് അല്ല, ബസ് കാത്തിരുന്നപ്പോഴാണ് മച്ചാനെ നമ്മുടെ മച്ചാൻ്റെ റൂഫ് ടോപ്പ് ബസ് വന്ന് കഴിച്ചു. പിന്നെ റൂഫ് ടോപ്പ് യാത്ര മോളുടെ ഇവൻ കന്ന ഡ്രൈവറോട്ടോ, വളച്ചു വരും. വേറെ പാടങ്ങൾ, ക്യാബേജ്, കോളിഫ്ലവർ, സ്ട്രോബെറീസ്, റാസ്ബെറീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട് ഗൈസ്. ഇവിടെ വെള്ളം കിട്ടാത്തതുകൊണ്ട് വെള്ളം ശേഖരിച്ച് വെക്കും പൈപ്പ് ലൈനിലൂടെ. നമ്മള് പോകുമ്പോഴേക്ക് എന്താ വഴി വരുന്ന ഇത്, എൻ്റെ അമ്മേ ദൈവമേ. സ്ട്രോബെറിയുടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിരത്തിയിട്ട് എങ്ങനെ ഉണ്ടാവും. അധികം വെയിൽ പാടില്ല, എന്നാൽ ഹീറ്റ് വേണം, അങ്ങനെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഗൈസ്. ഗ്രീൻ ഹൗസ് ഫാമുകൾ. അവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ടോ? അതാണ് സെൻറ്റ് പോൾസ് ലാൻഡ് ചെയ്ത ഐലൻഡ്. Thank you very much. നമ്മളിറങ്ങി ഗൈസ്, ഫുഡ് അടിക്കാൻ പോകുന്നു. നിഞ്ച മോഡ് തീവണ്ടി പോകുന്നു. മൂഞ്ചി മച്ചാനെ, മൂഞ്ചി അവിടെ അടച്ചിട്ടൊക്കെ ഇതാച്ചിട്ട് പോയാ അശ്വതിനെ സഹിക്കായിരുന്നു മച്ചാനെ. ഫ്രീക്ക് മുത്തേപ്പാല് നമ്മളിപ്പോ സുറീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്ലൂ ഗ്രോട്ടോ എന്ന സ്ഥലത്തോടെ എത്തിയൊക്കെയാണ് ഗൈസ്. ബ്ലൂ ഗ്രോട്ടോ എന്ന് പറയാൻ കാരണം ഇവിടെ ബ്ലൂ കളറിൽ നല്ലൊരു സൂപ്പർ പൂൾ ഉണ്ട് ഗൈസ്. That's why we get the name Blue Grotto. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഗൈസ്. ഇതാണ് ഏകദേശം ബ്ലൂ ഗ്രോട്ടോൻ്റെ. അത് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അവിടെ വരെ എത്തണം ഗൈസ്. ഇതിൽ കൂടി കൊണ്ട് നമ്മൾ നിഞ്ച മൂഡ് അടിച്ചേക്കുന്നു ഗൈസ്. ഒടുക്കത്തെ വെയിൽ. എന്താ അയ്യോ എൻ്റെ മോനെ,
ഇതെവിടെയാണ് ഇപ്പോൾ ഡൈവിങ് സ്പോട്ട്? ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകൾ മാത്രമേ ഉള്ളൂ, വേറൊരു കുന്തവും കാണുന്നില്ലല്ലോ. പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. വാട്ട് എൽസ് ഈസ് ഹിയർ? വേറെ എന്തുണ്ട് ഗൈസ് ഇവിടെ? ലെറ്റ് us see. ഇത് കിടിലം വണ്ടിയൊക്കെ ഇട്ട് തന്നെ, 4-wheel fun ഗൈസ്, pretty nice. യോ അപ്പോൾ നമ്മൾ ഇവിടെ എന്താ വൈബെന്ന് കണ്ടുപിടിക്കാൻ വന്നു. ഇവിടെ ഒരു കുന്തമില്ല കേട്ടോ ഗൈസ്. നോക്കട്ടെ കേട്ടോ, അങ്ങോട്ട് പോയിക്കോട്ടെ. അയ്യോ ഇപ്പോൾ വണ്ടി അടിച്ചെത്താൻ. താഴത്തോട്ടൊരു വഴി, ഐസ്ക്രീം കടയുടെ സൈഡിൽ കൂടെ. ഇതാണ് ഗൈസ് ബ്ലൂ ഗ്രോട്ടോ. ടീമിൽ ഓൾറെഡി വെള്ളത്തിൽ കിടപ്പുണ്ട് ഗൈസ്. ഇവിടെ ബോട്ടൊക്കെ ഉണ്ട്. അത്ര അടിപൊളി സ്വിമ്മിങ് സ്പോട്ടായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നണില്ല, പക്ഷെ ലെറ്റ്സ് ട്രൈ ഗൈസ്. ഏതാ മൂഡ്? അയ്യോ ഫുഡ്ക്കത്തെ വെയിൽ. ആരൊക്കെ ബോട്ടിന് പോകുന്നു ഗൈസ്. ഏത് മൂഡ് എൻ്റെ മോനെ. വെള്ളം ഒടുക്കത്തെ ക്ലിയർ. നോക്കി, തറ വരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ക്ലിയർ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മച്ചാനെ ചാടാണ്ടിരിക്കണത്? അപ്പോൾ പിന്നെ എന്തായാലും ചാടിയേക്കാം. പക്ഷെ അതിന് മുന്നേ നമ്മൾക്ക് ലെഫ്റ്റ് സൈഡ് പാത്ത് വേ ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. എന്തും ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ട് ഗൈസ്. ഇവിടെ പക്ഷെ കൂടുതൽ റോക്കാണ്. ഇതാണോ, കുറേ മീനൊക്കെ ഉണ്ട്. സൺ ബാത്തിങ് സ്പോട്ട് കൂടുതൽ ഇവിടെ. അപ്പോൾ നമുക്ക് റെഡിയാ. ഇനി കൂടുതൽ വർത്താനൊന്നുമില്ല, വെള്ളത്തിൽ ചാടൽ തന്നെ ഗൈസ്. വെള്ളം കണ്ടായിരിക്കപ്പോൾ ചാടണം മച്ചാനെ. ഇത്രയും ക്ലിയർ വെള്ളം കണ്ടിട്ട് ഇന്നാണെങ്കിൽ കുളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കുളി ബ്ലൂ ഗ്രോട്ടോയിലാണ് ഗൈസ്. അപ്പോൾ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഡൈവ് ചെയ്യാൻ പോകും. നമ്മൾ ചാടാൻ പോകുന്ന ഗൈസ്. ഞാൻ അവിടെ നിന്ന് നേരത്തെ മണ്ടേന്ന് ചാടാൻ പോകുന്നുണ്ടോ. ഇവിടെ നോക്കുമ്പോ നല്ല ആഴമുണ്ട്. J'ai toujours voulu faire du cinéma. Oh yeah! Lovely! That was lovely. How was it? Pretty natural. Cool. You! Yeah! That was a good one. Lovely, lovely. Yeah. Yeah, goddamn. 4K. She's such a fan of Jewel. Hello. Jewel. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമായി, ചാടി തുടക്കം കൊടുത്ത് ഇപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ആ ക്ലിഫ് സ്പോട്ടിൽ നിന്ന് ഒരുപാട് പേര് ചാടുന്നുണ്ട് ഗൈസ്.
അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നേരെ ബസ് പിടിച്ചിട്ട് നമ്മുടെ കമ്പനിക്കാരൻ്റെ അടുത്തോട്ട് സ്ട്രൈറ്റ് പോകുന്നു ഗൈസ്. പിന്നെയും കാണിച്ചറിയാണ് ഗൈസ്. ബ്ലൂ ഗ്രോട്ടോ ഒന്നല്ല, സൗത്ത് മാൾട്ട എവിടെ നോക്കിയാലും ഇതാ കാണുന്ന ഐലൻഡ് ഉണ്ടോ നിങ്ങൾ? അത് കുറേ നാളായി നോക്കിയേക്കണം ടാർഗറ്റ് ചെയ്തിട്ട്. അവിടെ നമ്മൾ വൈകാണ്ട് പോകുന്നുണ്ട്. റൂട്ട് ഭയങ്കര രസമുണ്ടോ ഒന്നും പറയാനില്ല. നോക്കിയത് കമ്പനിക്കാരുണ്ട്. കുറേ നാളായി ഓന് കാണണമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ് അവനിക്ക് ട്രാവൽ ചെയ്യണം, അവനിക്ക് ഒരു കൈക്ക് സ്വാധീനമില്ല, വയ്യാത്തള. അപ്പോൾ ഞാൻ അവനെ കൊണ്ടൊരു ട്രിപ്പൊക്കെ പോകാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നതായിരുന്നു. പക്ഷെ അവന് വരാൻ പറ്റില്ല. ഞാൻ പോണ കാര്യം ഞാൻ അവനോടൊന്ന് പറഞ്ഞു, ഞാൻ മാൾട്ട വിട്ട് പോവാണ്, കമ്മിങ് മാൾട്ട വിട്ട് പോകുവാണെന്ന് പറഞ്ഞ്. അപ്പം അവൻ പറഞ്ഞ് എനിക്ക് എന്തായാലും ഒന്ന് കാണണം. അപ്പം പുള്ളിനെ കാണാൻ വേണ്ടി വന്നേക്കാണ് ഗൈസ്. ഇതിൻ്റെ ഫാറ്റൊക്കെ പറഞ്ഞിട്ട് നല്ല ഞാനിപ്പോൾ ചാടി ബോഡിയൊക്കെ സെറ്റായി കാണുന്നുണ്ട് ഓരോ ദിവസം. ഇതാണ് നമ്മുടെ ഹാനി ബ്രദർ. പക്ക ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. വളരെ ഞാൻ കണ്ടതിൽ വച്ച് വളരെ നല്ലൊരു മനുഷ്യൻ എന്നൊക്കെ പറയാമല്ലോ. വെരി ഗുഡ് തിങ്സ് അബൌട്ട് യു. മൈ എക്സ്പീരിയൻസ് അബൌട്ട് യു ബ്രദർ. അസ്സലാമു അലൈക്കും. This is Hani brother. Hello, how are you? I hope everything is fine, and don't worry, he will be fine. അതാണ് Nice to meet you. അപ്പോൾ കുറേ നാളായി മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കണ ഹാനി ബ്രദറിനെ. lot of time I was thinking to meet you. Yeah, but we couldn't. No time. What to No, do? it's a lot of problems brother. What happened to you this time? നമ്മുടെ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, മറ്റേ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. ഓക്കെ ഗൈസ് ബൈ. മച്ചാനെ ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അവൻ്റെ മുടി കണ്ടോ? ഏത് മൂടാണ്! സൂപ്പർ അല്ലേ മുടി? ആളുടെ സ്വദേശം ഈജിപ്റ്റാണ് കേട്ടോ. I come to Egypt someday. Yeah, man. Of course, you are so welcome anytime. അതാണ് നമ്മൾ ഈജിപ്റ്റ് പിരമിഡ്സ് ഒക്കെ കാണും ഒരു ദിവസം. മച്ചാൻ്റെ കൂടെ പോകും. വിശന്നിരിക്കണേന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മച്ചാൻ ഫുഡൊക്കെ ഉണ്ടാക്കി ഇതുണ്ടോ. താങ്ക് യു ബ്രദർ. ഇന്ന് ബ്ലഡ് വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹാനി എനിക്ക് ഷുഗർ ചെക്ക് ചെയ്യാൻ പോണേണ്. ഇത് കണ്ടോ? ഇതുണ്ടോ ഗൈസ് ബ്ലഡ് വരുന്ന. Wait. Okay. Wait. Ти казах дека видео ке лета до Тирана директно? Да, от 2 октомври. That's all. സിമ്പിൾ. കൊള്ളാല്ലേ ഗൈസ്? ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി സിമ്പിൾ പരിപാടി കേട്ടോ. നോക്കട്ടെ കേട്ടോ ഷുഗർ എത്രയാണെന്ന്. ഇറ്റ്സ് ഹൈ. ഗൈസ് എനിക്ക് ഷുഗർ ഹൈ ആണ് ഗൈസ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഹാനിയുടെ അടുത്ത് നിന്ന്. ആളെനിക്ക് എനിക്ക് കുറേ സോക്സൊക്കെ തന്നതിന്, ഒരുപാട് ഫുഡൊക്കെ തന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി. ആളുടെ അടുത്ത് കുറച്ച് നേരം നിന്നപ്പോൾ. താങ്ക് യു ബ്രദർ. You are so welcome. You just take care of yourself. And after tomorrow, I'll call you. Okay? ഞാൻ ഒരുപാട് പേരെ മാൾട്ടയുടെ ഈ ടൈമിൽ ഈ 2-3 വർഷത്തിനുള്ളിൽ ദൂരെ ആൾക്കാരെ പരിചയപ്പെട്ട്, പരിചയങ്ങളും നല്ല നല്ല ബന്ധങ്ങളുമാണ് ആഗ്രഹമുള്ള എൻ്റെ ഒരു സമ്പാദ്യം കേട്ടോ. മാൾട്ടയിൽ വന്നിട്ട് പൈസ, ബാക്കിയുള്ള കാര്യങ്ങൾ, അനുഭവങ്ങളും നല്ല നല്ല ബന്ധങ്ങളും. വന്നപ്പോൾ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്, ദാനശീലനായിരുന്നു ഒരു എക്സ്ട്രീം ലെവലിൽ. പക്ഷെ അതൊക്കെ നിന്ന് കുറച്ച് ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ അതൊക്കെ ഇമ്മീഡിയറ്റ്ലി നിന്ന്. പണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് അത്യാവശ്യക്കാരെയും അത്യർഹതയുള്ളവരെയും മാത്രമേ സഹായിക്കാൻ പാടുള്ളൂ. എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു ഈ ലോകത്തിലെല്ലാവരും നല്ല മനുഷ്യരാണെന്ന്. അതൊക്കെ മാറി കിട്ടി. പിന്നെ ഒരുപാട് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി.
ഒരുപാട് അട്ടങ്ങേറി കൂടെ ഇടുന്ന ചങ്കൂലെ നടന്നിട്ട് അവസാനം നല്ല പണി തന്ന ആൾക്കാരെയും കുറേ കണ്ട് അങ്ങനെയും ഈ ലോകത്തിൽ മനുഷ്യരുണ്ടല്ലോ എന്ന് എന്നെ അറിയിക്കാൻ വേണ്ടി ആയിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, ദൈവം പല മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും വൃക്ഷങ്ങളുടെയും പക്ഷികളുടെയും രൂപത്തിൽ എന്നെ അനുഗ്രഹിക്കുന്നു, ഭക്ഷണവും വെള്ളവും തന്ന്. അപ്പോൾ ഹനി അതുപോലെ തന്നെ മറ്റ് പലരും ഒരുപാട് പേര് സ്ലാച്ച ഹനി റിനോ ദൂരം. Don't worry about a thing, 'cause every little thing's gonna be alright. Yeah, don't worry about a thing, 'cause every little thing's gonna be alright, alright. Yeah. ഹണി പിന്നെ ഒരു 5 യൂറോ എടുത്ത് പോക്കറ്റിൽ വെച്ച് തന്ന്. പൈസ വേണമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു, പൈസ ഞാൻ മേടിക്കൂലോ. അവസാനം പുള്ളി കുറച്ച് എന്നിട്ട് ഞാൻ തിരിച്ചു കൊടുത്ത്. അപ്പോൾ പുള്ളി അത് മേടിച്ചിട്ട് ഭയങ്കര സീനാക്കി. മേടിക്കണം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഒരു പാക്കറ്റ്, ഞാൻ ഒരു സിഗരറ്റ് വെച്ചപ്പോൾ ഒരു പാക്കറ്റ് സിഗരറ്റ് അങ്ങനെ എടുത്ത് തന്നു. ഒരു പ്രായമുള്ളൊരു പുള്ളി ഉണ്ടായിരുന്നു എൻ്റെ റൂമിലുണ്ടായിരുന്ന. ഇപ്പോൾ വലിയ ശത്രുവാണ്, പക്ഷേ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് പുള്ളിയുടെ അടുത്ത്. പുള്ളിയും പുള്ളിയുടെ മോനും ഇണക്കങ്ങളൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ ഇനി കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഒരു ബിയറൊക്കെ അടിച്ചിരിക്കാനുള്ളത് ഇനി കാണുവാവോ. നൈസ് മനുഷ്യനായിരുന്നു. നമ്മളെ എയർപോർട്ടിലോട്ട് പോയി അവിടെ നിന്ന് മൊത്തം അങ്ങോട്ട് അതിരാവിലെ വരെ എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് പിന്നെ വേറൊരു നമ്മുടെ ഒരു കമ്പനിക്കാരുടെ നമുക്ക് ഇപ്പോൾ 2 ദിവസം പണി കിട്ടിയല്ലോ സ്പോൺസറായിട്ട്. അതിൻ്റെയാണ് അടുത്ത വീഡിയോ കാണാൻ പോണത്. നമ്മൾ വലിയൊരു ഇവിടുത്തെ ഗ്ലിച്ച് പാർട്ടി ഫസ്റ്റ് എടുത്തൊരു അടിപൊളി പാർട്ടിയിലുണ്ട്. നമുക്ക് മറ്റേ സെക്യൂരിറ്റി ബൗൺസർ ബ്ലാക്ക് ക്യാറ്റ് മൂഡിൽ പോകുന്നുണ്ട് കേസ്. അപ്പോൾ അതിന് മുന്നേ റെസ്റ്റ് ഒക്കെ എടുക്കാൻ പരിപാടിയാണ്. അപ്പോൾ അതിന് മുന്നേ എഡിറ്റ് ചെയ്ത് ഒരു 2-3 ദിവസത്തേക്കുള്ളത് പ്രീ വീഡിയോ ചെയ്ത് വെച്ച്